എല്ലാവർക്കും അഗ്രി ഗുരുവിലേക്ക് സ്വാഗതം. സോ നമ്മൾ ഇന്നിവിടെ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ലെയറിങ്ങിനെ കുറിച്ചാണ്. സോ നമുക്ക് ആദ്യം തന്നെ എന്താണ് ലെയറിങ്? വാട്ട് ഈസ് ലെയറിങ്? Layering is nothing but it's a portion of plant that is forced to produce adventitious roots while it still remains attached to the mother plant. So അതായത് മദർ പ്ലാന്റിലുള്ള ടൈമിൽ തന്നെ ഫോഴ്സ് ചെയ്ത് നമ്മൾ അഡ്വൻറ്റീഷ്യസ് റൂട്ട്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന ഒരു പ്രാക്ടീസാണ് ഈ ലെയറിംഗ് എന്ന് പറയുന്നത്. സോ അതിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലെയറിങ്ങിനെ കുറിച്ചായിരിക്കും നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യം തന്നെ സിമ്പിൾ ഓർ ഗ്രൗണ്ട് ലെയറിംഗ്. സോ എന്താണ് സിമ്പിൾ ഓർ ഗ്രൗണ്ട് ലെയറിംഗ് എന്ന് നോക്കാം. നിങ്ങൾക്ക് ഈ പിക്ചറിൽ കാണുന്ന പോലെ ഇതാണ് നമ്മുടെ മദർ പ്ലാന്റ്. ഈ മദർ പ്ലാന്റിൽ നിന്ന് ഈ ഷൂട്ടിനെ ഇങ്ങനെ ബെൻഡ് ചെയ്ത് ഡൗൺവേർഡ് ഇൻ ടു ദ സോയിൽ യൂസിങ് എ പെഗ്. സോ ഇവിടെ നമ്മളൊരു പെഗ് യൂസ് ചെയ്ത് ഈ ഷൂട്ടിനെ അങ്ങോട്ട് താഴെ കൂടെ ബെൻഡ് ചെയ്യുന്നു. സോ ഈ പോർഷൻ പെഗ് ചെയ്യുന്നതിന് നമ്മൾ അതായത് ഇവിടെ ഒരു സപ്പോർട്ട് കൊടുക്കുകയാണ്. ഇത് ഗ്രൗണ്ടിലേക്ക് ബെൻഡ് ചെയ്യുമ്പോൾ പെഗ് വെക്കുന്നതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഈ ഒരു ചെറിയൊരു പോർഷനിൽ നമ്മളൊരു വൂണ്ട് ഉണ്ടാക്കും. സോ അതായത് അപ്പോഴാണ് നമുക്ക് അവിടെ വൂണ്ട് ഈ ഗ്രൗണ്ടുമായിട്ട് ടച്ച് ചെയ്യുമ്പോഴാണ് അവിടെ അഡ്വൻറ്റീഷ്യസ് റൂട്ട്സ് ഉണ്ടാവുന്നത്. സോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു പോർഷൻ വൂണ്ട് ചെയ്യുന്നത്. പിന്നെ സപ്പോർട്ടിന് വേണ്ടി ഒരു പെഗും വെക്കുന്നു. ആൻഡ് ഇൻ അബൌട്ട് 4 to 5 months റൂട്ട്സ് എമേർജ് ഔട്ട്. എന്നിട്ട് ഈ വൂണ്ടഡ് പോർഷനിൽ നിന്ന് നമുക്ക് റൂട്ട്സ് വരാൻ തുടങ്ങും. ഇവിടെ ഇപ്പോൾ റൂട്ട്സ് ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ഇറ്റ് ക്യാൻ ബി സെപ്പറേറ്റഡ് ബൈ ഗിവിങ് 2 to 3 cuts. ആദ്യം ഈ ഒരു മദർ പ്ലാന്റിൽ നിന്ന് നമുക്ക് ഇതിനെ ഡിറ്റാച്ച് ചെയ്യേണ്ട ആവശ്യം വരുന്നു. അപ്പോൾ നമ്മൾ ഇവിടെ ഇങ്ങനെ സ്ലോലി വൺ ബൈ വൺ ഫസ്റ്റ് കട്ട് കൊടുക്കും, ഹാഫ് കട്ട് കൊടുക്കും, സെക്കൻഡ് കട്ടും, അല്ലെങ്കിൽ ഒരു മൂന്നാമത്തെ ഒരു കട്ടിൽ നിന്ന് നമ്മൾ ഈ മദർ പ്ലാന്റിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്യും. സോ നമുക്ക് ഇവിടെ ഒരു പുതിയ പ്ലാന്റ് ഉണ്ടായി തുടങ്ങും. സോ ഇതാണ് സിമ്പിൾ ലെയറിംഗ്, അല്ലെങ്കിൽ ഇതിന് ഗ്രൗണ്ട് ലെയറിംഗ് എന്നും പറയാം. സോ നെക്സ്റ്റ് ലെയറിംഗ് എന്ന് പറയുന്നത് സെർപ്പൻറ്റൈൻ ഓർ കോമ്പൗണ്ട് ലെയറിംഗ്. സോ നേരത്തെ നമ്മൾ കണ്ടത് സിമ്പിൾ ലെയറിംഗ് ആണ്. സിമ്പിൾ ലെയറിംഗിൽ നിന്ന് സെർപ്പൻറ്റൈൻ ലെയറിംഗിൻ്റെ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് അതായത് കുറേ നമ്പർ ഓഫ് സിമ്പിൾ ലെയറിംഗ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കോമ്പൗണ്ട് ലെയറിംഗ് ആവും. എങ്ങനെയാണെന്ന് പറയാം. നേരത്തെ ഞാൻ പറഞ്ഞു സിമ്പിൾ ലെയറിംഗ്. സിമ്പിൾ ലെയറിംഗിൽ നമ്മൾ താഴെ ഒരു ഷൂട്ടിൽ ഇങ്ങനെ ബെൻഡ് ചെയ്ത് ഇവിടെ ഒരു വൂണ്ട് ഉണ്ടാക്കി നമ്മളിവിടെ പെഗ് വെക്കുന്നു. സോ അതുപോലെ തന്നെ ഒരു ലോങ് ഷൂട്ടിനെ നമ്മൾ മൾട്ടിപ്പിളായിട്ട് പല പോർഷനിൽ ഓൾട്ടർനേറ്റീവായിട്ട് നമ്മൾ ഇതിനെ ബെൻഡ് ചെയ്ത് കൊടുക്കുമ്പോൾ അതിനെ നമുക്ക് കോമ്പൗണ്ട് ലെയറിംഗ് അല്ലെങ്കിൽ സെർപ്പൻറ്റൈൻ ലെയറിംഗ് എന്ന് വിളിക്കാം. സെർപ്പൻറ്റൈൻ ലെയറിംഗ് എന്ന് പറയാൻ കാരണം ഇതിൻ്റെ ഒരു ഷേപ്പ് എന്ന് പറയുന്നത് ഒരു സ്നേക്ക് പോലെ, ഒരു പാമ്പിൻ്റെ ഒരു രൂപത്തിലായതുകൊണ്ടാണ് ഇതിനെ സെർപ്പൻറ്റൈൻ എന്ന് നമ്മൾ വിളിക്കുന്നത്. പല പോർഷൻസ്, അതായത് കുറേ സിമ്പിൾ ലെയറിംഗ് ഒരു ഷൂട്ടിൽ ചെയ്യുന്നതിനെയാണ് സെർപ്പൻറ്റൈൻ അല്ലെങ്കിൽ കോമ്പൗണ്ട് ലെയറിംഗ് എന്ന് പറയുന്നത്. സോ നേരത്തെ പക്ഷെ പ്രൊസീജിയർ എല്ലാം സെയിം ആണ്. നേരത്തെ കണ്ട പോലെ സിമ്പിൾ ലെയറിംഗിൽ പോലെ തന്നെ നമ്മളൊരു വൂണ്ട് ചെയ്യുന്നു, ആ ഷൂട്ട് താഴെ ഗ്രൗണ്ടുമായിട്ട് ടച്ച് ചെയ്യുമ്പോൾ അവിടെ റൂട്ട്സ് ഉണ്ടാവുന്നു. ആൻഡ് ദിസ് ബെസ്റ്റ് എക്സാമ്പിൾ ഫോർ സെർപ്പൻറ്റൈൻ അല്ലെങ്കിൽ കോമ്പൗണ്ട് ലെയറിംഗ് എന്ന് പറയുന്നത് മസ്കാഡിൻ ഗ്രേപ്സ്. സോ ഇറ്റ് ഈസ് അനദർ ടൈപ്പ് ഓഫ് ഗ്രേപ്സ് ആണ് മസ്കാഡിൻ ഗ്രേപ്സിൽ നമുക്ക് സെർപ്പൻറ്റൈൻ ലെയറിംഗ് വെച്ച് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. നെക്സ്റ്റ് കംസ് ദി മൗണ്ട് ലെയറിംഗ്. മൗണ്ട് ലെയറിങ്ങിന് വേറൊരു പേരൂടെ ഉണ്ട്, സ്റ്റൂളിംഗ് എന്ന് നമുക്ക് പറയാം. സോ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ള ക്രോപ്പ്, അതായത് മറ്റുള്ള ലെയറിംഗ് ടൈപ്സിൽ വെച്ചിട്ട് നമ്മൾ നേരത്തെ അതിൽ പ്രൂണിങ് ഒന്നും ചെയ്തില്ല. മറിച്ച് ഇവിടെ മദർ പ്ലാന്റിൽ നമ്മൾ സിവിയർ ആയിട്ട് അങ്ങോട്ട് പ്രൂൺ ചെയ്യും. 2.5 centimeter above the ground level. അപ്പോൾ ഗ്രൗണ്ട് ലെവലിൽ നിന്നൊരു 2.5 centimeterലേക്ക് നമ്മളതിനെ ഫുൾ പ്രൂണിങ് ചെയ്ത്, നമുക്കറിയാം പ്രൂണിങ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും സൈഡിൽ നിന്ന് കുറേ ബ്രാഞ്ചസ് ഉണ്ടാവുന്നു. തിരിച്ച് നേരത്തെ പറഞ്ഞ പോലെ ഗിഡ്ലിംഗ് എന്ന് പറയുന്നത് റിങ്ങിങ് ചെയ്യുക, അതായത് ആ ബാർക്കിനെ അങ്ങോട്ട് റിമൂവ് ചെയ്യുക. അപ്പോൾ ന്യൂ ഷൂട്ട്സിൽ നമ്മൾ പ്രൂണിങ് ചെയ്ത് പുതിയ ഷൂട്ട്സിലെല്ലാം ഗിഡ്ലിംഗ് ചെയ്ത് റൂട്ടിംഗ് ഹോർമോൺ അപ്ലൈ ചെയ്യും. ബെസ്റ്റ് റൂട്ടിംഗ് ഹോർമോൺ എന്താണ്? IBA. ഇറ്റ് ഈസ് എ ഓക്സിൻ കോമ്പൗണ്ട് ആണ്. സോ റൂട്ടിംഗ് ഹോർമോൺ അവിടെ അപ്ലൈ ചെയ്ത് സോയിലുമായിട്ട് നമ്മൾ അതിനെ കവർ ചെയ്യും ടു എ ഹൈറ്റ് ഓഫ് അബൌട്ട് 15 to 20 centimeter. അപ്പോൾ 15 to 20 centimeter ഹൈറ്റിൽ ഒരു സോയിൽ വെച്ച് നമ്മൾ മൗണ്ട് പോലെ ആക്കുന്നു. അതുകൊണ്ടാണ് ഇതിൻ്റെ പേര് മൗണ്ട് ലെയറിംഗ് എന്ന് നമ്മൾ പറയുന്നത്. ദി റൂട്ട്സ് എമേർജ് ഇൻ 3 to 4 months. അപ്പോൾ ഇവിടുന്ന് റൂട്ട്സ് നമ്മൾ ആ റൂട്ടിംഗ് ഹോർമോൺ അപ്ലൈ ചെയ്ത ഭാഗത്ത് നിന്ന് പുതിയ റൂട്ട്സ് ഒക്കെ എമേർജ് ചെയ്യാൻ തുടങ്ങും. ആൻഡ് എപ്പോഴാണ് റൂട്ട്സ് ഉണ്ടാകുന്നത്, പുതിയ ഗ്രോത്ത് ഒക്കെ വരാൻ തുടങ്ങുന്നത്, അപ്പോൾ നമുക്ക് മദർ പ്ലാന്റുമായിട്ട് അതിനെ ഡിറ്റാച്ച് ചെയ്ത് മാറ്റി സെപ്പറേറ്റ് ഒരു പ്ലാന്റ് ആക്കി നമുക്ക് നടാവുന്നതാണ്. സോ ഇതാണ് മൗണ്ട് ലെയറിംഗ് അല്ലെങ്കിൽ സ്റ്റൂളിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് അനദർ ടൈപ്പ് ഓഫ് ലെയറിംഗ് മെത്തേഡ് ഇസ് ദ ട്രെഞ്ച് ലെയറിംഗ്.
സോ ഇവിടെ മറ്റുള്ള ലെയറിംഗ് ടൈപ്സിൽ നിന്ന് ഇത് വ്യത്യാസം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ നമ്മൾ ബ്രാഞ്ചിനെ, അതായത് മദർ പ്ലാന്റിനെ നമ്മൾ ഹൊറിസോണ്ടൽ ആയിട്ടായിരിക്കും ഇതിനെ ഒരു കിടത്തിയിട്ട്, അതായത് ഈ ഒരു രീതിയിൽ ഹൊറിസോണ്ടൽ ആയിട്ടായിരിക്കും നമ്മൾ അതിനെ ബെൻഡ് ചെയ്ത് വെക്കുന്നത്. ദ ബ്രാഞ്ചസ് ബെൻഡ് ഡൗൺവേർഡ്. മറ്റുള്ളതിലെല്ലാം നമ്മുടെ ലോ ലൈങ് ഷൂട്ട്സിന് മാത്രമാണ് ഇതിൽ ബെൻഡ് ചെയ്തിരുന്നത്. ഇതിൽ ഫുൾ മദർ പ്ലാന്റിനെ അങ്ങനെ അതിൻ്റെ ബ്രാഞ്ച് മുഴുവൻ ബെൻഡ് ചെയ്യാണ് ഹൊറിസോണ്ടൽ പൊസിഷനിൽ. ഇന്ന് ഷാലോ ട്രെഞ്ച്, ഒരു ട്രെഞ്ച് ഉണ്ടാക്കി എന്നിട്ട് അതിലേക്ക് ഇതിന് കിടത്തി വെക്കും. അപ്പോൾ ഇവിടെ നിന്ന് ഇപ്പോൾ ഷൂട്ട് മേലേക്ക് അപ്വേർഡ് ആയിട്ടായിരിക്കും പുതിയ ഷൂട്ട്സ് ഉണ്ടായി വരുന്നത്. സോ ആ ഒരു ഷൂട്ട് ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ ഒരു 5 to 10 സെൻറ്റിമീറ്റർ ലെവലിൽ സോയിൽ വെച്ച് ഇതിനെ കവർ ചെയ്യും. അപ്പോൾ സോയിൽ വെച്ച് കവർ ചെയ്യുമ്പോൾ അവിടെ എന്താണ്, ഒരു ഇറ്റുലേഷൻ ഇഫക്റ്റ് ആണ് ക്രിയേറ്റ് ആവുന്നത്. ദാറ്റ് മീൻസ് ഇറ്റുലേഷൻ ഇഫക്റ്റ് ഉണ്ടാകുമ്പോൾ റൂട്ടിങ്ങിന് സഹായിക്കും. ഇറ്റുലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ഡാർക്ക് കണ്ടീഷൻ ആണ് ഉദ്ദേശിക്കുന്നത്. ഡാർക്ക് കണ്ടീഷനിൽ റൂട്ടിങ്ങിന് വളരെ ക്വിക്കായിരിക്കും. ഇത് മെയിനായിട്ട് ചെയ്യുന്നത് കമേഴ്ഷ്യൽ അല്ല, ബട്ട് ഇറ്റ് ഈസ് പോസിബിൾ സക്സസ്ഫുൾ ഇൻ ആപ്പിൾ ആൻഡ് പെയർ ടെമ്പറേറ്റ് ഫുഡ് ക്രോപ്സിൽ. ട്രെഞ്ച് ലെയറിംഗ് ഒരു ഇറ്റുലേഷൻ ഇഫക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന കാരണം ഇതിനെ ഇറ്റുലേഷൻ മെത്തേഡ് എന്നും ഇറ്റുലേഷൻ ലെയറിംഗ് എന്നും പറയാറുണ്ട്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് കംസ് ദി ടിപ്പ് ലെയറിംഗ്. ടിപ്പ് പേരിൽ തന്നെയാണ് ടിപ്പ് ലെയറിംഗ്. നമ്മൾ ബാക്കിയുള്ള പോർഷൻസിലെല്ലാം അതിൻ്റെ ഇന്റർനോഡൽ പോർഷൻസ് ആയിരുന്നു നമ്മുടെ മണ്ണിലേക്ക് കുഴിച്ചിടുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ ട്രെഞ്ച് ലെയറിംഗിൽ ഹൊറിസോണ്ടൽ ആയിട്ട് ബ്രാഞ്ചിനെ ഫുള്ളായിട്ട് കവർ ചെയ്യുമായിരുന്നു മണ്ണിൽ. അപ്പോൾ ഇവിടെ ടിപ്പ് ലെയറിംഗിൽ ദി ഏരിയൽ പാർട്ട്, അതായത് ഈ പ്ലാന്റിന്റെ ടിപ്പ്, ഈ ഒരു ടിപ്പ് പോർഷൻ ആണ് നമ്മൾ മണ്ണിലേക്ക് കുഴിച്ചിടുന്നത്. അപ്പോൾ ഈ ഒരു ടിപ്പിനെ നമ്മൾ മണ്ണിലേക്ക് കുഴിച്ചിടുമ്പോൾ ഇവിടെ റൂട്ട്സ് ഉണ്ടാവുന്നു, മേലെ ഷൂട്ട് ഉണ്ടാവും. സോ ആ പ്ലാന്റ് ഡെവലപ്പായി തുടങ്ങുമ്പോൾ നമുക്ക് മദർ പ്ലാന്റിൽ നിന്ന് ഇവിടുന്ന് ഡിറ്റാച്ച് ചെയ്ത് ഒരു സെപ്പറേറ്റ് പ്ലാന്റ് ആയിട്ട് നമുക്കിതിന് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. സോ ഇതാണ് ടിപ്പ് ലെയറിംഗ് എന്ന് പറയുന്നത്. Another method of layering is the air layering, which is very important. എല്ലാവർക്കും അറിയുന്നതായിരിക്കും. എയർ ലെയറിംഗ് ഇനി വേറെ കുറച്ച് പേരുകളുണ്ട്. മാർക്കോട്ടേജ്, ഗൂട്ടി അല്ലെങ്കിൽ ചൈനീസ് ലെയറിംഗ് എന്നും വിളിക്കാം. സോ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പിക്ചറിൽ കാണുന്ന പോലെ, സോ ഇവിടെ ഇത് നമ്മളൊരു ബ്രാഞ്ചാണ്. സോ ഇവിടെ നമ്മൾ എന്ത് ചെയ്യും, ഇതാണ് ഗിഡ്ലിംഗ് എന്ന് പറയുന്നത്. ഗിഡ്ലിംഗ് എന്ന് പറയുന്നത് എന്താണ്, ആ ബാർക്ക് പോർഷനെ റിമൂവ് ചെയ്യും. ഒരു റിംഗ് ഷേപ്പിൽ അതിനെ റിമൂവ് ചെയ്യുന്നതിനെയാണ് ഗിഡ്ലിംഗ് അല്ലെങ്കിൽ റിംഗിങ് എന്ന് പറയുന്നത്. ഈ പോർഷൻ ബാർക്കിനെ റിമൂവ് ചെയ്ത് നമുക്ക് റൂട്ടിംഗ് ഉണ്ടാക്കാൻ വേണ്ടി ഒരു മീഡിയം ആവശ്യമുണ്ട് എപ്പോഴും. ഒരു സോയിൽലെസ് മീഡിയം. ഇത് എയർ ലെയറിംഗ് ആയതുകൊണ്ട് ഇവിടെ സ്പാഗ്നം മോസ് ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. സ്പാഗ്നം മോസ് ഇവിടെ കൊണ്ടുപോയി അവിടെ വെച്ചിട്ട് ഒരു പോളിത്തീൻ ഷീറ്റ് വെച്ച് അതിനെ റാപ്പ് ചെയ്യും. സോ ഇതാണ് ഈ ഒരു സ്ട്രക്ചർ. ഇവിടെ ഗ്രൗണ്ടുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത കാരണമാണ് ഇതിനെ നമ്മൾ എയർ ലെയറിംഗ് എന്ന് പറയുന്നത്. കാരണം ഇത് ടോപ്പ് ഓഫ് ദ പ്ലാന്റ്, എയറുമായിട്ടുള്ള കോണ്ടാക്റ്റ് ഉള്ള ഒരു ഭാഗമായതുകൊണ്ട് തന്നെ ഗ്രൗണ്ടായിട്ട് യാതൊരു ബന്ധമില്ലാത്തതുകൊണ്ടാണ് ഇതിനെ എയർ ലെയറിംഗ് എന്നും വിളിക്കുന്നത്. സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 5 to 7 സെൻറ്റിമീറ്റർ അവേ ഫ്രം ദി ബേസ് ഓഫ് ദ ഷൂട്ട്, വിച്ച് ഇസ് 1 year old, 1 വർഷം പ്രായമുള്ള ബ്രാഞ്ചിനെ ഗിഡ്ലിംഗ് ചെയ്യുന്നു. അതിൻ്റെ ഒരു സൈസാണ് 2.5 to 3 സെൻറ്റിമീറ്റർ സൈസ്. ആൻഡ് ആ ഗിഡിൽ പോർഷനിൽ നമ്മൾ മോയിസ്റ്റ് ആയിട്ടുള്ള സ്പാഗ്നമോസ് വെച്ച് കവർ ചെയ്ത് റാപ്പ് ചെയ്യും പോളിത്തീൻ ടേപ്പ് വെച്ചിട്ട്. പിന്നെ ഒരു 2-3 months കഴിയുമ്പോഴത്തേക്കും റൂട്ടിംഗ് ഉണ്ടാവും. ആൻഡ് ദ പ്ലാന്റ് ഇസ് സെപ്പറേറ്റഡ് ഫ്രം ദി മദർ പ്ലാന്റ്. എന്നിട്ട് നമുക്ക് അതിന് റൂട്ടിംഗ് എപ്പോൾ ഉണ്ടായി, പ്ലാന്റ് എപ്പോൾ വരുന്നോ അതിനനുസരിച്ച് നമുക്ക് മദർ പ്ലാന്റിൽ നിന്ന് അതിനെ ഡിറ്റാച്ച് ചെയ്തിട്ട് പുതിയ പ്ലാന്റ് ആയിട്ട് നമുക്ക് പ്ലാന്റ് ചെയ്യാവുന്നതാണ്. സോ ഇതൊക്കെയാണ് മെയിൻ പ്രൊപ്പഗേഷൻ ലെയറിങ്ങിലുള്ള മെയിൻ മെത്തേഡ്സ്. താങ്ക് യു.